കരിയർ ബ്രേക്ക് ഇന്റർവ്യൂസിൽ ശരിക്കും ഒരു പ്രശ്നമാണോ എല്ലാവരും പറയുന്ന പോലെ? ഇന്നത്തെ ഇന്റർവ്യൂവിൽ കരിയർ ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓരോരുത്തർക്കും ഒരു ബ്രേക്ക് എടുക്കുന്നതിന് പല പല റീസൺ ആയിരിക്കാം. ചിലർക്ക് മെഡിക്കൽ റീസൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് പേഴ്സണൽ റീസൺ ആയിരിക്കാം, ചിലവർക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന റീസൺസ് ആയിരിക്കാം. സോ ഇത് പൊതുവെ ഒരാളുടെ ലൈഫിലൊക്കെ അയാളുടെ വർക്ക് ലൈഫിൽ വരുന്ന ഒരു ഫാക്ടറാണ്. അതേപോലെ നിങ്ങളിപ്പോൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും അവർ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ റെസ്യൂമെയിൽ ഒരു 7 മാസത്തെ ബ്രേക്ക് കാണുന്നുണ്ടല്ലോ, 1 വർഷത്തേക്ക് ബ്രേക്ക് കാണുന്നുണ്ടല്ലോ, എന്തായിരുന്നു നിങ്ങൾ ആ ടൈമിൽ ചെയ്തത്? സോ ദെയർ യു ഹാവ് ടു ടോക്ക് അബൌട്ട് ഈവൻ ഇഫ് യു വെയർ ഓൺ ബ്രേക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുണ്ടെന്നും, അതേപോലെ തന്നെ എത്ര നന്നായിട്ടാണ് ഇന്ന് ഈ ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടുള്ളതും, അതേപോലെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഈ റോള് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എന്താണോ അടുത്ത നെക്സ്റ്റ് റൗണ്ട് അത് ആ റൗണ്ട് കണ്ടക്ട് ചെയ്ത് നിങ്ങളുടെ സ്കിൽസ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ അവിടെ ചോദിക്കേണ്ടത്. പറയാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എനിക്ക് പഴയ ജോലിയിൽ കുറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല, അത് എനിക്ക് പറ്റിയൊരു ജോലി ആയിരുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ മാനേജ്മെന്റിൽ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഹൈലൈറ്റ് ചെയ്യാതെ നിങ്ങൾ എന്തിനാണോ ആ ബ്രേക്ക് എടുത്തതെന്നും ആ സമയത്ത് നിങ്ങൾ ചെയ്ത അപ്സ്കില്ലും കാര്യങ്ങളും മാത്രമേ അവിടെ പറയേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ റെസ്യൂമെയിൽ ഇങ്ങനെ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. സോ വൈ നോട്ട് പ്രിപ്പയർ ഇറ്റ് എഹെഡ്? നിങ്ങൾ എന്താണ് പറയാൻ പോകുന്നത് നേരത്തെ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇന്റർവ്യൂസിൽ പോകാനായിട്ട്. സോ യു ക്യാൻ പ്രസന്റ് ദിസ് ആൻസർ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട്. സോ ഈ ആൻസർ എങ്ങനെ പറയാം എന്നുള്ളത് കുറച്ച് സാമ്പിൾ ആൻസേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.